കോഴിക്കോട് താമരശ്ശേരിയിൽ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിൻ്റെ പിതാവ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ഉത്തരവ് റദ്ദാക്കണം എന്നാണ് ആവശ്യം. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരും. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ ഇമോഷണലായിട്ട് പ്രതികരിച്ചൊരു സംഭവമാണിത്. അതായത് പരീക്ഷയിൽ എന്തെങ്കിലും കോപ്പി അടിച്ചാൽ പെർമനൻ്റായി ഡീബാർ ചെയ്യും, അല്ലെങ്കിൽ 3 വർഷമെങ്കിലും ഡീബാർ ചെയ്യും. എന്നാൽ ആളിനെ തന്നെ കൊലപ്പെടുത്തിയ ആളിന് പരീക്ഷ പോലീസ് പ്രൊട്ടക്ഷനിൽ എന്നാണ് പരിഹാസം. പറയും. ഗുഡ് മോർണിംഗ് എസ് കെ നമുക്ക് വലിയ വേദനയുണ്ടാക്കിയ, വളരെ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് ഷഹബാസിനെ സഹപാഠികൾ ചേർന്ന് കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ ആ സംഭവം. അതിൽ ഈ പ്രതികളെ ജുവൈനൽ ഹോമിൽ, ആ ആരോപണ വിധേയരായ കുട്ടികളുണ്ട്, അവരെ ജുവൈനൽ ഹോമിൽ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഈ ഷഹബാസിൻ്റെ പിതാവ് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കോഴിക്കോട് ജുവൈനൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ഈ പരീക്ഷ എഴുതാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കുറ്റകൃത്യത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാതെയാണ് 1 മുതൽ 5 വരെയുള്ള പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത്. ഇത് അദ്ദേഹം പറയുന്നു. പ്രതികളുടെ മാനസിക ശാരീരിക ക്ഷമത അത് കോടതി ഈ ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് തിരിച്ചറിയണമായിരുന്നു എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് സിംഗിൾ ബെഞ്ച് ഈ കേസ് പരിഗണനയ്ക്കെടുക്കും. ആ പിതാവിൻ്റെ വേദന മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആളുകൾ പരിഹസിക്കുന്നതിൽ കാര്യമില്ലാതെയുമില്ല SKN. എന്തായാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് തീരുമാനിക്കേണ്ടത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. എന്താകും കോടതിയുടെ തീരുമാനമെന്ന് കാത്തിരുന്നു കാണാം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.